അപ്പോൾ അത് തന്നെ എനിക്കിന്ന് ഫുഡ് വേണം. ഇന്നലെ ഉണ്ടായിരുന്ന ആ കുക്കഡ് പൊട്ടറ്റോ വരെ തീർന്ന്. ഇതെനിക്ക് ഫുഡില്ല കഴിക്കാൻ. എൻ്റെ താടി വളരാനും എൻ്റെ തലയിലെ മുടി വളരാനും എനിക്കിനി ഫുഡ് വേണം. എന്നിട്ടൊരു ഹോയൊക്കെ ആയിട്ട് ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി അത് തന്നെ, ഫാമിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ വേണം. പൊട്ടറ്റോ ഇല്ലാതെ ഒന്നും നടക്കില്ല. പൊട്ടറ്റോ ആണ് നമ്മളിപ്പോഴത്തെ ഫുഡ്. ഇല്ലെങ്കിൽ റോട്ടൻ ഫ്ലഷ് കഴിക്കണം, അതിൻ്റെ പട്ടി കഴിക്കും. അപ്പോൾ നമുക്ക് ആ വില്ലേജിൽ പോയി പൊട്ടറ്റോ എടുത്തോണ്ട് വരാം. വില്ലേജ് അല്ല, വില്ലേജ്. ഓക്കെ, MLG. എല്ലാ ദിവസവും ശനി ഞായർ കഴിച്ചൊന്നും ആവില്ലല്ലോ, അറിയാമല്ലോ. അപ്പോൾ നമുക്ക് വില്ലേജിൽ പോയി കുറച്ച് പൊട്ടറ്റോ എടുത്തോണ്ട് വരാം. പൊട്ടറ്റോ എന്നിട്ട് നമുക്ക് ചിപ്സ് ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, കൗവേ. ഓക്കെ, ഇവിടെ ഈ ഒരു ഫാം ലാൻഡ് ഏതാ? ഓ, ക്യാരറ്റ്. എനിക്ക് പൊട്ടറ്റോ ആണ് വേണ്ടത്. എന്നാലും കുറച്ച് എടുത്തേക്ക് ഇപ്പോഴത്തെ വിശപ്പിനെ. ഓക്കെ, കഴിച്ച് ആ ഫാം ലാൻഡ് എന്തായാലും നോക്കാം. മോനെ, എൻ്റെ ഫാം ലാൻഡ് എന്താടാ? ഇത് കണ്ടിട്ട് ക്യാരറ്റ് തന്നെ. എന്ത് വാടാ, ഒരു പൊട്ടറ്റോ ഒക്കെ ഇട്ടൂടെ? ഇതിൽ പറയാനേ അവനെയൊക്കെ. അങ്ങനെ ഫൈനലി ഒരു കാര്യം തീരുമാനിച്ചു, ക്യാരറ്റേ ഇവിടെ ഉള്ളൂ. പിന്നെ ഉള്ളത് വീറ്റും ബീട്രൂട്ടും. എൻ്റെ പട്ടി കഴിക്കും അത്. എടാ സ്കെൽട്ടറെ. ഓക്കെ, സ്കെൽട്ടൻ്റെ രക്ഷപ്പെടാൻ നമ്മൾ കിടന്നുറങ്ങി തിരിച്ച് വന്നു. ഇപ്പോൾ സ്കെൽട്ട ഇല്ല. ഇനി നമുക്കിത് പയ്യെ ഇരുന്ന് ഫാം ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പയ്യെ ഇരുന്ന് ഫാം ചെയ്തിട്ട് എന്തായാലും ഒരു സ്റ്റാക്ക് എടുത്തോണ്ട് പോകണം, ഇല്ലാതെ എന്തായാലും നടക്കില്ല. ഓക്കെ, ഇവിടുന്ന് കൂടെ എടുത്തേക്കാം. ഒന്നുകൂടെ ഇതും എല്ലാം എടുത്തേക്കാം. ഇതും. ഓക്കെ, മൊത്തം എടുത്തിട്ടുണ്ട്. ആരാണ് വെടി വെച്ചാ? ആര് അത് ഓയിക്കുന്നത്? ഈ സ്കെൽട്ടറാ. നിന്നെ നീ കുറേ നേരം ഉണ്ടല്ലോ വെടി വയ്ക്കുന്നതാ. ഇങ്ങനെ വെടി വയ്ക്കൂ. ഷീൽഡ് അടി. അത്രേ ഉള്ളൂ. 2 അമ്പായി തീർന്നു അവൻ. വില്ലേജറെ പെട്ടെന്ന് തട്ട് വയ്ക്കുക. എന്നിട്ട് വേണം എനിക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോയി. പെട്ടെന്നായിക്കോട്ടെ. എനിക്കൊരു സ്റ്റാക്കെങ്കിലും കൊണ്ടുപോകണം. ഓക്കെ, പെട്ടെന്നായിട്ട്. ഓക്കെ, അയ്യോ ക്രീപ്പർ. ഓ, വില്ലേജർ ഒന്നും പറ്റിയിട്ടില്ല. ചെറുതായിട്ടൊരു പോർഷൻ ഇടിഞ്ഞു പോയി, അത്രേ ഉള്ളൂ. വലിയ കുഴപ്പമൊന്നുമില്ല. ക്രീപ്പറിൻ്റെ അടുത്ത് നിന്ന് പൈസ വെച്ചാൽ ഞാൻ തരും. ഓക്കെ, നമ്മൾ ഒരു സ്റ്റാക്ക് ആക്കിയിട്ടുണ്ട്. ഇനി വീട്ടിലോട്ട് പോകണം. വീട്ടിൽ പോയിട്ട് ഇത് നട്ട് വയ്ക്കാം. ഓക്കെ, വീട്ടിലോട്ടുള്ള യാത്രയാണ് ഇനി. ഈ കാറ്റ് ഞാൻ അവനെ എപ്പോഴെങ്കിലും ടൈം ചെയ്യണം. എന്നിട്ട് ഗോൾഡൻ ആഡിലെ ഉണ്ടാക്കണം. എങ്ങനെയെങ്കിലും ഗോൾഡ് ഫാമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് അതവരെ എടുത്തു കഴിഞ്ഞാൽ അവ എപ്പോഴും കൊച്ചായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, വീടിൻ്റെ മണ്ടയിലെത്തിയിട്ടുണ്ട്, എത്താറായിട്ടുണ്ട്. ഓക്കെ, നമ്മളെ വീടെത്തി. ആ പൂച്ച എങ്ങനെ ഇരുന്നാൽ മതിയാ? ഓക്കെ, വീട് എത്തി. ഇനി നമുക്ക് ഇവിടെ ക്യാരറ്റ് നമുക്ക് എവിടെ നടാം? ഇവിടെ മൊത്തത്തിൽ നോക്കിയിട്ട് അവിടെ കൊള്ളാം അല്ലേ? അവിടെ കുറച്ച് ഡെട്ട കമ്പനിൻ്റെ പോയിൻ്റെ നാട് പിടിഞ്ഞ് കുറച്ച് ഡെട്ടൊക്കെ മാറി കിടക്കുന്നുണ്ട്. വീണ്ടും MLG പാളി. ഓക്കെ, ഇവിടെ. ഓക്കെ, ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഇവിടെ ലാൻഡ് ഒന്ന് ക്ലിയർ ചെയ്യാം. സെറ്റ്. ഇവിടെ നടക്കണം. ഇവിടെയൊക്കെ ഓക്കെ, ഇത് ഇവിടെയൊക്കെ ഒന്ന് കുത്തി. ഇവിടെയും കുത്തി. ഓക്കെ, ഒരു പാർട്ടായി. ഇനി 3 പാർട്ടുണ്ട് ഇതുപോലെ. സോറി, ഒരു പാർട്ടായില്ല. ഇത്തിരി കൂടെ പൊട്ടിയറി. ഓക്കെ, ഇവിടെ ഇത്ര ആക്കിയിട്ടുണ്ട്. ഇനി 2 പാർട്ട് കൂടെ. 1 2 3 4. ഇവിടെ ഒരു സ്ക്വയർ ആക്കണം. ഓക്കെ, ഇവിടെയും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് 1 2 3 4. 1 2 3 വെട്ടിക്കളാ. 2 3 1 2 3. ഓക്കെ, ഇനി അടുത്ത സ്ക്വയറുണ്ട്. ഓക്കെ, ഈ പുല്ല് ഭയങ്കര കുഴപ്പം. ഇത് പുല്ല് ഒരിടത്തും വെട്ടാൻ സമ്മതിക്കുന്നില്ല. എനിക്കിത് വെട്ടിയിട്ട് വേണം പോയി കിടന്ന് ഉറങ്ങാൻ. പെട്ടെന്നായിക്കോട്ടെ. വെട്ട്. ഓക്കെ, ഇതും വെട്ടി. നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. ഓക്കെ, പുതിയൊരു ദിവസം. നമ്മൾ ക്യാരറ്റ് ഇത്രയും വച്ചു. ഇനി ഇത്തിരി കൂടെ ഒക്കെ ഉള്ളൂ. ഈ പന്നി കുറേ നേരമായിട്ട് എൻ്റെ അടുത്ത് മുരട്ടുന്നു. എടാ പന്നി, ഇറങ്ങി പോടാ. ഓക്കെ, എല്ലാം വെച്ചേക്കാം. ഒരു സ്റ്റാക്ക് കൊണ്ടുവന്ന് ഇത്രയേ ഉള്ളൂ. ഇത്രയും ബാക്കിയുണ്ട്. ഇത് വീണ്ടും പന്നി. പന്നി പോടാ ചാവടാ. ഒന്നും നശിപ്പിച്ചില്ലല്ലോ. ഓക്കെ, നമുക്ക് മേളിലോട്ട് പോകാം. വാൻഡ്രൈഡൊക്കെ സ്പോണായി. ഒരു വകയും അവൻ്റെ ഇല്ല. കുറച്ച് റോട്ടൻ ഫ്ലഷ് ഒക്കെ എടുത്തേക്കാം. ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് തന്നെയുള്ളതാണ്. പന്നിയോടോട് കുറച്ച് പോർക്ക് നടന്നുകൊണ്ട് തന്ന്. പോർക്ക് കഴിക്കാം. പച്ചക്ക് ഉപ്പും മുളകൊന്നും ഇല്ലാത്ത നാടായിപ്പോയില്ലേ? വറുത്ത് കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഓടാൻ പറ്റൂല. അതുകൊണ്ട് ഓക്കെ, കയറി പിടിച്ച് കയറി. ഓക്കെ, പിടിച്ച് കയറി. നമ്മളിവിടെ ബോൺ മീലുണ്ട്. അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ബോൺ മീൽ കഹാ ഹേ. ഓക്കെ, ബോൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൺ മീലാക്കാൻ താഴ്ത്തു വേണം. അയ്യോ, വെള്ളം അവിടെ ഒഴിച്ചല്ലേ. എന്തോ ഈ ഓക്കെ, ഒരു കാലൊടിഞ്ഞ്. രണ്ടാമത്തെ കാലൊടിഞ്ഞ്. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്.
ഓക്കെ, ഇനി കുറച്ച് ബോൺ മീൽ ഉണ്ടാക്കാം. ബോൺ മീൽ ഉണ്ടാക്കി 12 ബോൺ മീൽ. ഓക്കെ, 12 ബോൺ മീൽ നമുക്ക് ബോൺ മീൽ ചെയ്യാം. 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, എല്ലാം തീർന്ന് ഞാൻ കുറേ പഠിച്ചെടുക്കാം. ഇപ്പം നമുക്ക് ലാഭമാണ് ഗൈസ്. പെട്ടെന്ന് വളർത്തി നമ്മൾ ഇതിപ്പോൾ ഇത് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. ഓക്കെ, 9 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഇവിടെ ആക്കാം. ഓക്കെ 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 ഇവിടെയും പിന്നെ ഇവിടെയും കൂടെ. ഓക്കെ, ഇനി നമ്മൾ കഴിക്കാൻ എന്തായാലും ഇപ്പോഴത്തേക്ക് ഫുഡ് വേണം. അത് നമുക്ക് വില്ലേജിൽ പോയിട്ട് എടുക്കാം. ബേയിൽ വെട്ടി നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. അത് വേണ്ടത് വിചാരിച്ചാണ്, പക്ഷേ എന്താ ചെയ്യാൻ, ഫുഡിൽ ഒട്ടുമില്ല. ഇത് വളർന്ന് വന്നിട്ട് ഇത് ഫാം ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ടൊരു പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ടും അതുകൊണ്ട് ശരിയാവില്ല. അവിടെ പോയി നമുക്ക് എടുക്കാം. ബേയിൽ വെച്ച് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കി കഴിക്കാം. ഇപ്പം പോലെ 4 ഹാർട്ട് കുറഞ്ഞ് കിടക്കുക. 4 ഹാർട്ടിൽ 4 ഹങ്കർ കുറഞ്ഞ് കിടക്കുകയാണ്. ഈശ്വര. പന്നി. ചാവ്. ഓക്കെ, താങ്ക് യൂടാ പന്നി. 3 പോർക്ക് ചോപ്പ് വന്നതിന് കഴിക്കുക. ഓക്കെ, വില്ലേജ് ഒന്ന് ഹങ്കർ വീണ്ടും ഫുള്ളായി. ഓക്കെ, ഇനി ഇതെല്ലാം കൊത്തിയെടുക്കാം. നമ്മൾ വെച്ച് കൊത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഭയങ്കര സ്പീഡ് പൊട്ടിക്കാൻ പറ്റും. ആണ്. പിന്നെ നമുക്ക് അവിടെ കൂടെ പോയി നോക്കാം. ഞാൻ അവിടെ കണ്ടായിരുന്നു കുറച്ച് ഈ ഫാമിൻ്റെ ഇപ്പുറത്ത്. അവിടെ ഇതാരാ ബത്തക്ക തല വെച്ച് കിടക്കുന്ന. ഓക്കെ, 2 ക്യാരറ്റ് കിട്ടി. ഇത് ഉപയോഗിക്കാം. ഓക്കെ അതും കൂടെ. ഓക്കെ, എല്ലാം കിട്ടിയിട്ടുണ്ട്. ബത്തക്ക തല വെച്ച് കിടക്കില്ല അല്ലേ ബേബി വില്ലേജർ? എനിക്കറിഞ്ഞോ എന്തൊരു തലയാണോ എന്തോ. ഓക്കെ, ഇനി നമുക്ക് ഇതും കൊടുക്കാം. അത്യാവശ്യം ഹെയർ ഉള്ള വില്ലേജാണ്. ഞാൻ മുമ്പേ നോക്കിയപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു ഇവിടെ. ഒരു ബക്കറ്റ് വെള്ളം എടുത്തേക്കാം. ഇനി എനിക്ക് കടലിൻ്റെ അവിടെ പോയി നിറയ്ക്കാനൊന്നും വയ്യ. ഓക്കെ, റോട്ടഫ്ലഷ് നിന്ന് ഹങ്കർ അടിച്ച് കിടക്കുകയാണ്. ഇതുകൊണ്ട് വീട്ടിൽ ഉണ്ടായി ബ്രെഡ് ആക്കിയിട്ട് വേണം മര്യാദയ്ക്ക് ഇത് കഴിക്കാൻ. ഒരു സ്റ്റാക്ക് ബ്രെഡെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് വീട്ടിലോട്ട് പോകണം. അതിനു മുമ്പ് ഇവിടെ വേറെ ബ്രെഡ് ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം. വീണ്ടും റോട്ടഫ്ലഷ്. അതിൻ്റെ മണ്ടേ കൂടെ റോട്ടഫ്ലഷ്. മിക്കവാറും ഞാൻ വയറിളവി ചാവും ഇവിടെ. മൈൻക്രാഫ്റ്റ് ലോകത്ത് ഓരഗുദാസ് വയറിളക്കി ചത്തിരിക്കുന്നു എന്ന് വരും. ഇതൊരു ചെയ്യാനെന്ന് പറയാം. നമ്മളെ വീട് പക്ഷേ ആ മലയിലൊറ്റ കറക്റ്റ് കേക്ക് വെച്ചേക്കുന്നതൊക്കെ ഇരിക്കുന്നത്. പ്ലേറ്റിനകത്ത് കേക്ക് വെച്ചാണെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ഇങ്ങനെ നടുക്കിരിപ്പുണ്ട്. എന്തരാണോ എന്തോ. 2 ബോൺ കിട്ടി. ഇതും കൂടെ കൊണ്ട് ബോൺ മീൽ ചെയ്യാം. നമുക്കിത് ഇവിടെ നട്ട് വെച്ചേക്കാം. നമ്മൾ അവിടുന്ന് എടുത്തത് എന്നിട്ട് ഒരെണ്ണം കഴിക്കുകയും കൂടെ ചെയ്യാം. ഇനി ബോൺ മീൽ ഉണ്ടാക്കാം. ബോൺ മീൽ 1 2 6 എണ്ണം ആയിട്ടുണ്ട്. ഈ 6 ബോൺ മീൽ കൂടെ കൊടുക്കാം. ഓക്കെ ഇനി അത് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, 3 എണ്ണം ഇട്ട്. ഞാൻ 3 എണ്ണല്ലേ വെച്ച. അയ്യോ, എനിക്കൊന്ന് ഇനിയും ബോൺ മീൽ ചെയ്യണോ വരുന്നെന്ന് തോന്നുന്നു. അബദ്ധം പറ്റിയല്ലേ. മണ്ടത്തരം കാണിച്ചത്. എൻ്റെ ബോൺ മീൽ മൊത്തം ഞാൻ കൊണ്ട് കളഞ്ഞ്. നീ ഇതെല്ലാം വളരുന്നവരെ കാത്തിരിക്കുക. അതുവരെ നമുക്ക് ഇത് ബേയിൽ നമുക്ക് ബ്രെഡാക്കാം. മണ്ടത്തരോടാ പൊട്ടനായിപ്പോയല്ലേ. ഇത് വളരട്ടെ. അല്ല, എന്തൊരു മണ്ടത്തരോടാ അത്. വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതിലേക്ക് ടാറ്റ ബൈ.